Hello friends, welcome to my new video. In this unboxing phone Poco M2 Pro. So we will just unbox it. So friends, video just channel subscribe to the bell icon enable notifications. So we will unbox it. So friends, this is our Poco M2 Pro box. I have a box. It's a premium look. Poco phones in the box. That's why OnePlus phones in the box. It's a premium look and standard look. So we box. This is Poco M2 Pro. Poco M2 Pro made in India. Highlighted made in India. India's #1 quality smartphone brand, that is Poco. The side Poco M2 Pro. പിന്നെ പ്രത്യേകിച്ച് സൈഡിൽ പിന്നെ നമ്മുടെ ഫോൺ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഫോൺ അതുപോലെ തന്നെ അഡാപ്റ്റർ കേസ് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് നമ്മുടെ ഫോണിൽ ഹൈലൈറ്റ് ആക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 720Gയുടെ ഒരു പ്രൊസസ്സറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടഡ് ആണ്. അതുപോലെ നമ്മുടെ ഫോണിന് 5000 mAh battery life ഉണ്ട്. സോ പക്ക ബാറ്ററി ലൈഫാണ് നമ്മുടെ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ് വരുന്നത്. പിന്നെ കോണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ ഒരു 5 പ്രൊട്ടക്ഷൻ കൂടിയാണ് നമ്മുടെ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 48 MP ഒരു പ്രൈമറി ക്യാമറയുള്ള ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് നമ്മുടെ മൊബൈൽ ഫോൺ പോക്കോ M2 Pro വരുന്നത്. 48+8+5+2 എന്ന രീതിയിലാണ് നമ്മുടെ ഫോൺ വരുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ ഇനി ഫോൺ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. Okay, so let's unbox it. നല്ല ഫുൾ യെല്ലോ ഷേപ്പിലാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഇത് മൊത്തം ബ്ലാക്കിലാണെങ്കിൽ ഇത് മൊത്തം യെല്ലോ ടൈപ്പിലാണ് വരുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ ഒരു കേസും കാര്യങ്ങളൊക്കെ വരും നോക്കാം. ഇത് തൽക്കാലം മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫോൺ ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നമ്മുടെ ഫോൺ ഞാൻ പറയാൻ പോകുന്നു ഗ്രീൻ കളറാണ് നമ്മുടെ ഫോൺ വരുന്നത്. സോ നമ്മുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമ്മുടെ ചാർജറും കാര്യങ്ങളൊക്കെ നമുക്കിനി എടുക്കാം. ഓക്കെ, നമ്മുടെ 33 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് നോക്കാം. 33 വാട്ടിൻ്റെ ചാർജർ കാണാൻ സാധിക്കുന്നത്. ഇൻപുട്ട് 100 to 128 വോൾട്ടാണ് ഇവിടെ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഡാറ്റ കേബിൾ. C ടൈപ്പ് ഡാറ്റ കേബിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. USB ടൈപ്പ് അല്ല, USB ടൈപ്പ് C ടൈപ്പ് കേബിളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മൊബൈലിലെ കേസ് വരുന്നത്. ഒരു ട്രാൻസ്പാരൻറ്റ് ടൈപ്പിൽ കേസാണ് വരുന്നത്. ഇത് നമ്മുടെ യൂസർ മാനുവലാണ്, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ സിം എജക്റ്റ് ചെയ്യാനുള്ള പിന്നും അവൈലബിൾ തന്നെയാണ്. നമ്മുടെ കേസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നല്ല ട്രാൻസ്പാരൻറ്റ് കേസാണ് വരുന്നത്. അതിന് ഗ്രീൻ കളർ എടുത്ത കാരണം ഉണ്ടോയെന്ന് അറിയില്ല. ട്രാൻസ്പാരൻറ്റ് കേസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാർജ് ചെയ്യാനായിട്ടുള്ള ഇവിടെ ഒരു ഓപ്പണറും അവൈലബിൾ തന്നെയാണ്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കേസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദിസ് ഈസ് അവർ മൊബൈൽ പോക്കോ M2 Pro. നല്ല സ്റ്റൈൽ ലുക്കാണ് വരുന്നത്. പക്ക ഗ്ലേസിംഗ് ആണ്, രക്ഷയില്ലാത്ത ഗ്ലേസിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ബാക്ക് ബോഡി ഡിവൈഡ് ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ ഒരു ക്വാർട്ടർ ഭാഗം വരെ ഒരു തെനും ഗ്ലേസിങ്ങും അതിനുശേഷം ചെറിയൊരു ഗ്രെയിൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു പക്ക എന്താ പറയുക, ബാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ഒന്ന് ചെയ്യുക. ഒരു അടിപൊളി ഗ്ലേസിങ്ങിലാണ് നമ്മുടെ പോക്കോ M2 Pro കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ 5 out of 5 റേറ്റിംഗ് ആണ് നിങ്ങൾ എന്തെങ്കിലും തന്നിരിക്കും. ചമ്മാതിരി ഗ്ലേസിങ്ങിലാണ് വരുന്നത്. ഒരു പക്ക ഗ്ലേസിങ്ങിലാണ് നമ്മുടെ ഫോൺ പോക്കോ M2 Pro വരുന്നത്. സോ നമ്മുടെ ഫോണിൻ്റെ സൈഡിൽ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒരു സിം ട്രേ ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ അടിഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ 3.5 mm ഒരു ഹെഡ്സെറ്റ് ജാക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ USB ടൈപ്പാണ് നമ്മുടെ ചാർജർ. അതുപോലെ തന്നെ ഒരു സ്പീക്കർ ഗ്രില്ലും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലോക്ക് ചെയ്യുന്നത് ഫിംഗർ പ്രിൻറ്റ് സൈഡിലാണ്. സൈഡ് ബൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് കാണാൻ സാധിക്കുന്നത്. സോ ലോക്ക് ബട്ടൺ ഇത് തന്നെയാണ്. ആൻഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. മോഡിലാണെങ്കിൽ നമ്മുടെ IR റിമോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വരാണെങ്കിൽ ഒരു 60 MP ഒരു ഇൻ ഡിസ്പ്ലേ ക്യാമറ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് നേരം കളയാണ്, നമുക്ക് നേരെ നമ്മുടെ ഫോൺ ഒന്ന് ബൂട്ട് ചെയ്തെടുക്കാം.
ഓക്കെ, പോക്കോ പവർഡ് ബൈ ആൻഡ്രോയിഡ് നമുക്ക് പവർ ഓൺ ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിനി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്ക് ടു വീഡിയോ വരുന്നതായിരിക്കും. നമ്മുടെ ഫോണിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ വരുന്നത് ആൻഡ്രോയിഡ് 10 വെർഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ MIUI 11 സപ്പോർട്ടഡ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഞാനിപ്പോൾ നമ്മുടെ പോക്കോ M2 Proയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാർക്ക് മോഡ് ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡാർക്ക് മോഡ് ആക്കിയിടാം. ഡാർക്ക് മോഡാണല്ലോ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്തിടാം. ഓക്കെ, ഇപ്പോൾ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പോക്കോ ലോഞ്ചർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ പോക്കോ ലോഞ്ചർ യൂസ് ചെയ്യുന്നത് ടോപ്പിലായിട്ട് സ്ലൈഡ് തന്നെ യൂസ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോക്കോയുടെ ലോഞ്ചർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഞ്ചറാണ് പോക്കോ ലോഞ്ചർ. അതുപോലെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണിലെ ക്യാമറ ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, നമ്മുടെ ഫോണിലെ ക്യാമറ 48 മെഗാ പിക്സലാണ് പ്രൈമറി ക്യാമറ ഇരിക്കുന്നത്. പോർട്രേറ്റ്, നൈറ്റ്, പനോരമ, പ്രോ എല്ലാം അവൈലബിൾ തന്നെയാണ്. നമ്മുടെ സാധാ MI ഫോൺസിൽ കാണുന്നത് പോലെയാണ് നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കുന്നത്. സോ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഫീച്ചർ പ്രത്യേകിച്ചൊന്നുമില്ല. സോ നമുക്കിനി വീഡിയോയിൽ എന്തോരം സപ്പോർട്ട് നമുക്ക് നോക്കി നോക്കാം. 1080 30 FPS, 1080 60 FPS, അതുപോലെ തന്നെ 4K 30 FPS, പിന്നെ 720 30 FPS. സോ മാക്സിമം നോക്കുകയാണെങ്കിൽ 4K 30 FPS വരെയാണ് നമ്മുടെ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ നമുക്ക് മാക്രോയിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൂവി ഫ്രെയിമും ഈ ഫോണിൽ എനേബിൾ ചെയ്തിട്ടുള്ളതാണ്. മൂവി ഫ്രെയിം നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. ടൈം ലാപ്സ്, സ്ലോ മോഷൻ, ഷോർട്ട് വീഡിയോ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ക്യാമറ വെച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രോ വെർഷനിൽ നമുക്കെല്ലാം അവൈലബിൾ തന്നെയാണ്. അതായത് പ്രോ വെർഷനിൽ അൾട്രാ വൈഡ് ആംഗിളും ടെലിഫോട്ടോയും അതായത് മാക്രോയും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ് നമ്മുടെ. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കുറച്ചുകൂടി പ്രോ കളർ വേർഷൻ ആക്കി എടുക്കാനായിട്ടുള്ള ഫീച്ചർ എനേബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻസിലോട്ട് പോകുകയാണെങ്കിൽ ഗ്രിഡ് ലൈൻസ്, സെറ്റിംഗ്സ്, ക്യാമറ, അതുപോലെ തന്നെ മാക്രോയിൽ എടുക്കാനുള്ള ഫോട്ടോ ഒരു സെറ്റിംഗ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രെയിറ്റൻ്റെ ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ AI വാട്ടർമാർക്കും എനേബിൾ ആയിട്ടുണ്ട്. അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻജോയ് ലൈഫ് ഹാപ്പി ടൈം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ അതൊക്കെ നമ്മുടെ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. ക്യാമറയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് എടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എബൌട്ട് ഫോൺ ഒന്ന് എടുത്ത് നോക്കാം. ഡിവൈസിനെ പോക്കോ M2 Pro ആണ് കാണാൻ സാധിക്കുന്നത്. MIUI വെർഷൻ 11 ആണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ആൻഡ്രോയിഡ് വെർഷൻ 10 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അതിനുശേഷം പോവുകയാണെങ്കിൽ ഓൾ സ്പെക്സ് നമുക്കൊന്ന് നോക്കി നോക്കാം. 4GB RAM 64GB ഇൻറ്റേർണൽ വേരിയൻ്റാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഗ്രീൻ കളറാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ CPU നോക്കുകയാണെങ്കിൽ ഒക്ടാ കോർ മാക്സിമം 2.32 GHz ഒരു പ്രൊസസ്സറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 720G ആണ്. ഒരു അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ. അതുപോലെ ഇൻറ്റേർണൽ സ്റ്റോറേജ് 64GB ആണ്. 45GB വരെ അവൈലബിൾ തന്നെയാണ് നമ്മുടെ ഫോണിൽ. 45GB വരെ നമുക്ക് യൂസ് ചെയ്യാം. ബാക്കി എല്ലാവരും നമ്മുടെ ഫോണിലെ ലാപ്സും കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ലോക്കൽ ഗെയിംസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ക്രേസി എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അതുപോലെ തന്നെ ഡുവൽ സെറ്റിംഗ്സ് അങ്ങനെ കുറേ സംഭവം ഗെയിം കാണാം. അങ്ങനെ കുറേ ഗെയിംസ് ഇതിൽ ആവശ്യമില്ലാണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്കത് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ബബിൾ ബ്ലോക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് കളയാവുന്നതാണ്. സോ ക്യാമറയുടെ ഒക്കെ ലോഞ്ചർ നൈസാണ്. നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ലൊരു കളർ കോഡിംഗ് ഒക്കെ ഉള്ള ഒരു ഡിവൈസ് തന്നെ വേണമെങ്കിൽ പറയാം. പോക്കോ M2 Proയുടെ ലോഞ്ചറും അതുപോലെ തന്നെ പോക്കോ M2 Proയും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫോണിലെ അൺബോക്സിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ ക്യാമറ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് മൊത്തം ഇടുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് பார்க்கலாம். With